ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. അടുത്തയാഴ്ച മെയ് 16 തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളം കോമഡി ഫാമിലി എന്റർടൈനർ സിനിമയാണല്ലോ ഗുരുവായൂർ അമ്പലനടയിൽ. പൃഥ്വിരാജ് ബേസിൽ ജോസഫ് കോംബോൽ തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയിലെ അജു വർഗീസ് ആലപിച്ച കൃഷ്ണ ഗാനം കഴിഞ്ഞ ദിവസം മുതൽ യൂട്യൂബിൽ തരംഗമായിട്ട് മുന്നേറുകയാണ്. ഇതിനിടയിൽ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായുള്ള ട്രെയിലർ ഒപ്പം തന്നെ പ്രസ് മീറ്റ് എല്ലാം തന്നെ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ നടക്കുന്നതാണ്. നാളെ സിനിമയുടെ GCC സെൻസറിംഗ് ആണ്. ഡ്യൂറേഷനും സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റിനായിട്ടും കാത്തിരിക്കാം. കഴിഞ്ഞ വർഷം ഡിസംബറിലെ തിയേറ്ററുകളിലെ എത്തിയ പൃഥ്വിരാജ് പ്രഭാസ് കോംബോയിലെത്തിയ സിനിമയാണല്ലോ സലാർ. സിനിമ ഇപ്പോഴത്തെ ആദ്യമായിട്ട് ടെലിവിഷൻ സംപ്രേഷണത്തിനായിട്ട് ഒരുങ്ങുകയാണ്. ഏഷ്യാനെറ്റിൽ വരുന്ന ഞായറാഴ്ച മെയ് 12 തീയതി വൈകിട്ട് 5:30 സലാറിന്റെ ആദ്യ ഭാഗം സംപ്രേഷണം ചെയ്യുന്നതാണ്. സിനിമയുടെ ടെലിവിഷൻ സംപ്രേഷണത്തിനായിട്ടും തുടർന്ന് വരാനിരിക്കുന്ന TRP റിപ്പോർട്ടിനായിട്ടും പ്രേക്ഷകർ കാത്തിരിക്കൂ. തമിഴിൽ നിന്നും ജൂൺ 13 ധനുഷ് നായകനെത്തി വരാനിരിക്കുന്ന സിനിമയാണല്ലോ രായൻ. ഈ വരുന്ന മെയ് 9 തീയതി സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ പുറത്തുവരികയാണ്. ഇപ്പോഴത്തെ രായനോടൊപ്പം അന്നേ ദിവസം തന്നെ മറ്റൊരു തമിഴ് സിനിമ കൂടി ക്ലാഷ് റിലീസായിട്ട് എത്തുകയാണ്. അത് ചെയ്യാൻ വിക്രം നായകനെത്തുന്ന തങ്കലാൻ എന്ന സിനിമയാണ് എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. സിനിമയുടെ റിലീസ് തീയതി ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല. ഒഫീഷ്യൽ റിലീസ് അപ്ഡേറ്റ് ഉടനെ തന്നെ പുറത്തുവരും. വിക്രം നായകനെത്തുന്ന ഈ ബിഗ് ബഡ്ജറ്റ് സിനിമ പാരഞ്ജിത്താണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. കമലഹാസൻ നായകനെത്തുന്ന മണിരത്നം സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന സിനിമയാണല്ലോ തഗ് ലൈഫ്. ഷൂട്ടിംഗ് ആരംഭിക്കപ്പെട്ട സിനിമയിൽ സിലംബരസൻ ഒരു പ്രധാനപ്പെട്ട റോളിലെത്തുന്നു എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായതാണ്. നാളെ മെയ് 8 തീയതി രാവിലെ 10 മണിക്ക് STRന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം വരികയാണ്. ഒരു വീഡിയോ സഹിതമുള്ള കണ്ടന്റ് ആണ് നാം പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ കൂടുതൽ തഗ് ലൈഫ് വാർത്തകൾ കേട്ട്. L360ന്റെ കൂടുതൽ കാസ്റ്റ് ആൻഡ് ക്രൂ അപ്ഡേറ്റ് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ലാലേട്ടൻ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ 3 ക്രൂ അപ്ഡേറ്റുകളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. കിങ് ഓഫ് കൊത്ത, മലയാളി ഫ്രം ഇന്ത്യ എന്നീ സിനിമകൾ തിയേറ്ററുകളിലെ നിരാശയായിരുന്നെങ്കിൽ പോലും സിനിമകളിലെ പ്രധാനപ്പെട്ട പോസിറ്റീവ് ആയിരുന്നു സംഗീതം. ഇപ്പോഴത്തെ L360ന് ജെയ്ക്സ് ബിജോയ് സംഗീതം നൽകുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ആവേശം എന്ന സിനിമയ്ക്ക് സൗണ്ട് ഡിസൈൻ ചെയ്ത വിഷ്ണു ഗോവിന്ദ് ആയിരിക്കും L360ന്റെ സൗണ്ട് ഡിസൈനർ റോളിലെത്തുക എന്നും കൂടി ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. മൂന്നാമത്തെ ക്രൂ അപ്ഡേറ്റ് കങ്കു എന്ന സിനിമ കൂടി എഡിറ്റ് ചെയ്ത, അതിനു മുന്നേ ഓപ്പറേഷൻ ജാവ, ഉണ്ട, തല്ലുമാല ഉൾപ്പെടെയുള്ള സിനിമകൾ എഡിറ്റ് ചെയ്ത നിഷാദ് യൂസഫ് ആയിരിക്കും സിനിമയ്ക്ക് എഡിറ്റർ റോളിലെത്തുക. 15 ദിവസങ്ങൾ ഷൂട്ടിംഗ് പൂർത്തിയാക്കാനായിട്ട് ഒരുങ്ങുന്ന ലാലേട്ടന്റെ L360ന്റെ ഇതുവരെ പുറത്തു വന്ന കാസ്റ്റ് ആൻഡ് ക്രൂ അപ്ഡേറ്റ് എല്ലാം തന്നെ പോസിറ്റീവ് വൈബാണ് നൽകുന്നത്. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ ടൈറ്റിൽ, ഫസ്റ്റ് ലുക്ക് ഉൾപ്പെടെയുള്ള അപ്ഡേറ്റുകൾ കേട്ടാം. മമ്മൂട്ടി ചിത്രം ടർബോ ഈ വരുന്ന മെയ് 23 തിയേറ്ററുകളിലേക്ക് എത്തുകയാണല്ലോ. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയുടെ ട്രെയിലർ എപ്പോൾ പുറത്തു വരുമെന്നൊരു ചോദ്യത്തിന് അവസാനം കുറിക്കാനായിട്ട് സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് ഇനിയുമായിട്ടില്ല. ഇതിനിടയിൽ ട്രെയിലർ ഡ്യൂറേഷൻ അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ 2 മിനിറ്റ് 14 സെക്കൻഡാണ് സിനിമയുടെ ട്രെയിലർ ഡ്യൂറേഷൻ. ഈ ആഴ്ച സിനിമയുടെ ട്രെയിലർ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കും മമ്മൂട്ടിയുടെ ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം.